Hello everyone, this is Akshida and I will be helping you become the school topper in commerce. So in this video, I'll be sharing everything you need to know about to get full A plus in plus 1 and plus 2 commerce. ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത യൂട്യൂബ് ചാനൽസ്, ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ്, ഞാൻ എങ്ങനെ പഠിച്ച, എത്ര നേരം പഠിച്ചു, ഏതൊക്കെ സബ്ജക്ട്സ് എനിക്ക് ഹാർഡായിരുന്നു, അതിനെ ഞാൻ എങ്ങനെ ചെയ്തു, അതെല്ലാം ഞാൻ ഇതിൽ കവർ ചെയ്യും. സോ എനിക്ക് പ്ലസ് ടുവിൽ 99.08% ആണ് കിട്ടിയത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഹാർഡ് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ഹാർഡ്. ആൻഡ് നിങ്ങൾക്കും കിട്ടും ഇത്തരം you can also score these marks or even better marks if you try. And അത് കിട്ടാനായിട്ട് make sure you watch this video till the end. And let's get started. സോ ഞാൻ എടുത്തിരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരുന്നു, ബിക്കോസ് ദാറ്റ്സ് ദി ഓൺലി ഓപ്ഷൻ ഐ ഹാഡ്. ആൻഡ് പിന്നെ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. സ്റ്റാർട്ടിങ് വിത്ത് ദി മെയിൻ ക്വസ്റ്റ്യൻ, ഫുൾ എ പ്ലസ് കിട്ടാൻ ഈസിയാണോ? ഈസിയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഈസിയാണ്. ഇൻഫാക്ട് 10th ഈസിയാണ്. ബിക്കോസ് നമ്മൾ ടെക്നിക്കലി നോക്കിയാൽ ഇപ്പോൾ 10th നമുക്ക് 10 സബ്ജക്ട്സ് ഉണ്ട്. ആൻഡ് ലൈക്ക് നമ്മൾക്കിപ്പം 40 മിക്ക സബ്ജക്ട്സും 40 മാർക്സിനാണ്. അതായത് ഇപ്പോൾ 36 മേലിൽ നമ്മുടെ എ പ്ലസ് പോയി, അങ്ങനെ ഉണ്ടല്ലോ. ബട്ട് ഇതിലിപ്പോൾ നമുക്ക് 40 മാർക്സിൻ്റെ എക്സാം ഒന്നുമില്ല, 60 മാർക്സിൻ്റെത് ഉണ്ട്. അത് 11th നമുക്ക്. ബട്ട് നമ്മൾ എ പ്ലസ് നമ്മുടെ ഗ്രേഡ് വരുന്ന 12th. ആൻഡ് 12th നോക്കുമ്പം 200 എല്ലാ സബ്ജക്ട്സും ഉള്ളത്. സോ 200 ആവുന്നതുകൊണ്ട് നമുക്ക് 180 മാർക്സ് മതി ബേസിക്കലി. സോ ഇൻ കേസ് ഓക്കെ 11th മാർക്സ് കുറഞ്ഞു പോയാലും നമുക്ക് പേടിക്കേണ്ട. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഓൾറെഡി 12th നിങ്ങൾക്കിപ്പോൾ ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ബിക്കോസ് നിങ്ങൾക്ക് 12th കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാൽ, കുറച്ചും കൂടി വർക്ക് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ an A plus in that subject. ബിക്കോസ് നമുക്ക് ഇപ്പോൾ 11th കുറച്ച് മാർക്സ് കുറഞ്ഞു പോയാലും ആഡപ്പ് ചെയ്തിട്ട് മാർക്സ് 2 വർഷത്തെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 12th മാർക്ക് വരാം. ഓക്കെ, സോ ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ എന്താ ഇപ്പോൾ 180 വേണ്ടിയാണ് പഠിക്കണം, അങ്ങനെയല്ല. ഫുൾ എ പ്ലസിന് വേണ്ടി പഠിക്കാതെ ഓൾവേസ് എയിം ഫോർ ഫുൾ മാർക്സ്. സോ നമ്മൾ ഫുൾ മാർക്സിന് വേണ്ടി എയിം ചെയ്താൽ നമുക്ക് വിൽ ബി ഏബിൾ ടു നമ്മളവിടെ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടും എങ്ങനെയെങ്കിലും. So that's the first step. How long did I study? അതങ്ങനെ ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ബോർഡ് എക്സാം നോട്ട് ബോർഡ് എക്സാം, ആക്ച്വലി ഒരു ഡിസംബർ തൊട്ട്, മാർച്ചിലാണല്ലോ എക്സാം, ഡിസംബർ തൊട്ട് ഞാൻ ഫുൾ പ്രിപ്പറേഷൻ മോഡായിരുന്നു. നമ്മൾ അപ്പോഴത്തേക്കും നവംബർ ആയപ്പോഴത്തേക്കും നമ്മുടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ആൻഡ് ഡിസംബർ തൊട്ട് ഞാൻ ആ ഒരു ഡിസംബർ വെക്കേഷൻ ടൈമിൽ രാവിലെ തൊട്ട് പഠിക്കാൻ തുടങ്ങി. എനിക്ക് എക്കണോമിക്സ് നല്ല ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ മെയിനായിട്ട് അതാ ഫോക്കസ് ചെയ്തത്. അതിൻ്റെ യൂട്യൂബ് ക്ലാസ്സും എല്ലാം കണ്ട് ഞാൻ ട്യൂഷൻ ഒന്നും പോയിട്ടില്ല. സോ ഞാൻ ഫുള്ള് ഓൺ സെൽഫ് സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ ഫുള്ള് യൂട്യൂബ് ചാനൽസ് കാണുന്നു. നോട്ട്സ് ഞാൻ ഒന്നേന്ന് ഉണ്ടാക്കി, ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോപ്പർ നോട്ട്സ്. ലൈക്ക് സ്കൂളിലെ നോട്ട്സ് അത്ര നല്ലതായിരുന്നു. സോ ഞാൻ ഫുൾ ഓരോ ക്ലാസ് കണ്ട് ഓരോ മെറ്റീരിയൽസ് റിഫർ ചെയ്ത് ഫുൾ പഠിക്കാൻ തുടങ്ങിയത് ആ ടൈമിലാണ്, രാവിലെ തൊട്ട്. ആൻഡ് ദോസ് ഡേയ്സ് ഐ തിങ്ക് ഐ യൂസ് ടു സ്റ്റഡി ലൈക്ക് 6 to 8 hours a day അങ്ങനെ പഠിക്കുമായിരുന്നു. ബട്ട് ലൈക്ക് പിന്നെ വീണ്ടും സ്കൂൾ ഓപ്പൺഡ് ഇൻ ആൻഡ് ജാനുവരിയിൽ മോഡൽ എക്സാംസ് തുടങ്ങി സ്കൂളിൻ്റെ. സോ ലൈക്ക് പിന്നെ ഫുൾ എക്സാംസ് ആൻഡ് പ്രാക്ടീസ്. സോ ലൈക്ക് ഡിസംബർ സ്റ്റാർട്ടിങ് മുതൽ മാർച്ച് എൻഡ് മീൻസ് എക്സാം ടൈം വരെ, എക്സാമിനും ഇടയിലുള്ള ദിവസങ്ങൾ രാവിലെ തൊട്ട് നൈറ്റ് വരെ ഫുൾ പഠിക്കും. എക്സാം ടൈമിൽ പിന്നെ നോർമലി എല്ലാവരും ഫുൾ ഡേ പഠിക്കുമല്ലോ, ലൈക്ക് 12 hours 13 hours പഠിക്കും. ബട്ട് ഞാൻ അതിന് മുന്നേ തന്നെ ഈ 8 hours ഇങ്ങനെ കണ്ടിന്യൂസ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ആൻഡ് അതിന് മുന്നേ ലൈക്ക് നോർമൽ സ്കൂൾ ടൈമിലും പഠിപ്പിക്കുന്ന ടൈമിൽ ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല. ടെസ്റ്റുകളുള്ളതിന് പഠിക്കും, ഡെയിലി ആ കുറച്ച് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കും. ഞാൻ ബിസിനസ് സ്റ്റഡീസ് ഡെയിലി പഠിക്കാൻ നോക്കിയായിരുന്നു. ബിക്കോസ് അല്ലെങ്കിൽ ഒന്നും അത് നമ്മൾ പിന്നെ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ നിന്ന് പോയാൽ പിന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. സോ ലൈക്ക് ബിസിനസ് ഞാൻ മാക്സിമം അന്നത്തെ കാര്യം അന്ന് തന്നെ പഠിക്കാൻ നോക്കിയിരുന്നു. സോ അത്രയും ഞാൻ അങ്ങനെ അധികമായിട്ട് പഠിച്ചിട്ടില്ല. നല്ല ഇൻറ്റൻസ് ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ വെച്ച് പഠിക്കാൻ തുടങ്ങിയത് വാസ് ഫ്രം ഡിസംബർ. ആൻഡ് ടോക്കിംഗ് അബൌട്ട് അക്കൗണ്ടൻസി, ദാറ്റ്സ് ലൈക്ക് നമ്മുടെ കൊമേഴ്സിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്. ആൻഡ് അതിനിപ്പോൾ നമ്മൾ 11th 12th ഉണ്ടല്ലോ. ആൻഡ് 11th എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തോന്നി. അതിലാണെങ്കിൽ ഫുൾ ബേസിക്സുമാണ്, അതുമല്ല ഫുൾ കണക്ഷൻ ഇല്ലാത്ത കുറേ ടോപ്പിക്സ് ആണല്ലോ.
അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൾട്ട് ആണ് എന്ന് പറയാം. ആൻഡ് സോ അക്കൗണ്ടൻസി പഠിക്കാൻ നമ്മൾ ഫസ്റ്റ് തിങ് ബേസിക്സ് ക്ലിയർ ആവണം. ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ആണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ലൈക്ക് നമ്മൾക്ക് എന്തായാലും അക്കൗണ്ടൻസിയിലെ ബേസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആദ്യം ആ ബേസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂള് ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കണം. അത് 50% അല്ല, മോർ ദാൻ ലൈക്ക് 70% സ്റ്റുഡൻസിന് ബേസ് ക്ലിയർ ആയിരിക്കത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. സോ നിങ്ങളിപ്പോൾ 11th ഒരു 11th കടക്കാൻ പോവുകയാണെങ്കിൽ മെയിനായിട്ട് ബേസ് നല്ലപോലെ ക്ലിയർ ആക്കണം. ഓക്കെ, ആൻഡ് പഠിക്കാനായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയാണ് മെയിൻ, അതാണ് ഫുൾ. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എത്രയും പറ്റുമോ അത്രയും പ്രാക്ടീസ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം. ആൻഡ് ഞാൻ ഈ അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അബൌട്ട് ഈച്ച് സബ്ജക്ട്സ്. സോ ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ ഓരോ കൂടുതൽ ഇൻഫർമേഷൻ എനിക്ക് തരാമല്ലോ. ഇവിടെ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. ആൻഡ് 12th വരുമ്പം ഇനി നിങ്ങളുടെ ബേസ് ക്ലിയർ അല്ലെങ്കിൽ അത്ര പേടിക്കേണ്ട, ബിക്കോസ് 12th ഈസ് ലൈക്ക് പ്രിറ്റി ഈസിയർ കമ്പയർഡ് ടു 11th. ലൈക്ക് നമുക്ക് ബേസ് ക്ലിയർ അല്ലെങ്കിലും ഇതിലധികം ഇങ്ങനെ ജേർണലും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ലേ. 12th ഇസ് ഫുൾ അബൌട്ട് പാർട്ട്ണർഷിപ്സ്. സോ അതെല്ലാം 4 ചാപ്റ്ററുള്ള, അതെല്ലാം ആക്ച്വലി നല്ല ഈസിയാണ്. അതെല്ലാം കണക്റ്റഡാണ്. ഒരെണ്ണത്തിൻ്റെ റൂൾ അറിയാമെങ്കിൽ ബാക്കിയുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ 12th അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അത് തിയറി മാത്രമേ നമുക്ക് ഇതിലുള്ളൂ, നമ്മുടെ റിട്ടേൺ പേപ്പറിലുള്ളൂ. പിന്നെ പ്രാക്ടിക്കലും അതും ആക്ച്വലി ഈസിയാണ്. സോ 12th അക്കൗണ്ടൻസി ഈസ് വെരി ഈസി. നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി, അത് നമുക്ക് പറ്റും, നമുക്ക് ഈസിയാണെന്ന്. ആൻഡ് കുറേ പ്രാക്ടീസ്, എനിക്ക് അറിയാം തറോ ആണ്, എന്നിട്ടും ഐ പ്രാക്ടീസ്ഡ് സോ മച്ച്. സോ യാ, പ്രാക്ടീസ് ഇസ് ദി തിങ്. എത്രയും പറ്റും അത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. ടോക്കിംഗ് അബൌട്ട് ഹിന്ദി, എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു, ബിക്കോസ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഹിന്ദി എടുത്തത്. ആൻഡ് മലയാളത്തിൽ ആക്ച്വലി ഇറ്റ് ഈസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ടു സ്കോർ മാർക്സ്, ബിക്കോസ് അവർ നല്ല സ്ട്രിക്റ്റ് ഇവാലുവേഷനാണ്. ഫുൾ മാർക്സ് കിട്ടത്തില്ല എന്നല്ല, കിട്ടും, പക്ഷേ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ഇവാലുവേഷനാണ്. ഹിന്ദിയിൽ അങ്ങനെയല്ല, നമ്മൾ എത്ര പൊട്ടത്തരം ചോദിച്ചാലും എല്ലാവർക്കും ലൈക്ക് നല്ല മാർക്സ് കിട്ടും. ആൻഡ് ഓൾമോസ്റ്റ് എവ്രി വൺ ഗെറ്റ്സ് ഫുൾ മാർക്സ്, 200 കിട്ടും. ആൻഡ് ഞാൻ എങ്ങനെ ഹിന്ദി പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ആക്ച്വലി കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ടു. അത്രയും എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചിട്ട് എഴുതിയാലും നമ്മൾ തലേ ദിവസം പഠിച്ചിട്ട് എഴുതിയാലും ഫുൾ മാർക്സ് ഒക്കെ കിട്ടും. പക്ഷേ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, ഐ മേഡ് ഷുവർ ദാറ്റ് ഐ നോ ദി ചാപ്റ്റർ വെരി വെൽ. എനിക്ക് നല്ലപോലെ ഞാൻ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ നോക്കി. ആൻഡ് ഓതറിൻ്റെ പേര്, അത് വെരി ഇമ്പോർട്ടൻ്റ്. ലൈക്ക് 1 മാർക്കായിട്ടും 2 മാർക്കായിട്ടും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ലെറ്റർ ആക്ച്വലി ലൈക്ക് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിലും നമ്മൾ എഴുതി തുടങ്ങുമ്പം യു ഹാവ് ടു മെൻഷൻ ദി ഓതർ. ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ പോലും നമ്മൾ ഏത് ഓതറാണ് ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് എഴുതിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ മേക്ക് ഷുവർ യു നോ ദാറ്റ്, ബിക്കോസ് അല്ലാണ്ട് 1 മാർക്കിനും ഒക്കെ അത് ചോദിക്കാറുണ്ട്, ഓതറിൻ്റെ പേരും ചാപ്റ്ററിൻ്റെ പേരും അങ്ങനെയൊക്കെ. സോ യാ, അത് അറിയാം എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇഫ് ഇറ്റ്സ് എ പോം, അതിൻ്റെ മീനിങ് ഇല്ലേ, അത് നല്ലപോലെ പഠിക്കണം. പിന്നെ ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി വെരി ഈസി. ഞാൻ ഈ അതിൻ്റെ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്താൽ അതിൻ്റെ എല്ലാ റൈറ്റിംഗ് പാർട്ടില്ലേ, ഓരോ ഡിസ്കോഴ്സസ് എവറിത്തിങ് ഞാൻ നോക്കി വെച്ചിരുന്നു. ആൻഡ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ച പോലെ തന്നെ ഹിന്ദി പഠിച്ചത്, ഞാൻ ഒരുപാട് വായിച്ചു. എത്ര കിട്ടും അത്രയും ഞാൻ വായിച്ചു, അത്രയും നോളജ്. എനിക്കത് ഓണായിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ്, ഞാൻ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വായിച്ചത്. അല്ലാത്തൊരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു ലെസൺ ആണെങ്കിൽ അതിൻ്റെ ഒരു സമ്മറിയോ അല്ലെങ്കിൽ ഒരു ലെറ്റർ, അത് മെയിൻ ആയിട്ടുള്ളൊരു കണ്ടന്റ് അല്ലേ ഈ കഥയെ പറ്റി പറയുന്നത്, അത് അതേപോലെ പഠിച്ചു വെച്ചിരുന്നാലും നമുക്ക് വേറെ എന്ത് ഡിസ്കോഴ്സസ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് പഠിച്ചു വെച്ചിരുന്നാൽ അങ്ങനെ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ കുറേ വായിച്ചാലോ ഓണായിട്ട് എഴുതാമല്ലോ. സോ ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഇനിയിപ്പോൾ ഹിന്ദി അല്ല മലയാളം ആണെങ്കിലും എനിക്ക് അറിയാവുന്നത് വെച്ച് എത്രയും വായിക്കാൻ പറ്റും അത്രയും വായിച്ചാൽ ആ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആണെങ്കിൽ ഫുൾ അങ്ങ് തള്ളി വിട്ടാലും മതി. അതിനെക്കുറിച്ച് അറിയാവുന്ന നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിലില്ലേ, അതിൽ തന്നെ നല്ലൊരു അട്രാക്ഷനാണ്. ആ ഇൻട്രൊഡക്ഷൻ നല്ല അടിപൊളിയായിട്ട് എഴുതിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നല്ലപോലെ പ്രസൻറ്റ് ചെയ്താൽ ഫുൾ മാർക്സ് നമുക്ക് എന്തായാലും കിട്ടും. Business studies is one of the easiest subjects and I guess എൻ്റെ ഫേവറേറ്റ് ആണ്.
ബട്ട് പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, ബിക്കോസ് എന്താ കുറേ പഠിക്കേണ്ട, ബോറടിക്കും. അങ്ങനെ പഠിക്കാൻ ബോറാണ്. അത് ഈസി ആയതുകൊണ്ടാവാൻ ചിലപ്പോൾ ബോറായിട്ട് തോന്നുന്നത്. ബട്ട് നമ്മൾ ആക്ച്വലി എത്ര ടഫാന്ന് വിചാരിച്ചാലും മാർക്സ് കിട്ടുന്നത് ബിസിനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് ഫുൾ തിയറിയാണ്. സോ മെയിനായിട്ട് ടെക്സ്റ്റ് വായിക്കണം. ആൾക്കാരില്ലേ, ലൈക്ക് ദി ജസ്റ്റ് റീഡ് ദി ഗൈഡ് മാത്രം വായിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനകത്തൊരു ചെറിയൊരു ഒരു ഡെഫിനേഷൻ ഉണ്ടാവുക. ആൻഡ് ആൾക്കാരെന്താ അത് ഫുൾ ബൈഹാർട്ട് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു ചെറിയ ഇത് എഴുതിയെന്ന് വെക്കുക, എങ്കിലും മാർക്സ് കിട്ടത്തില്ല, ഫുള്ള് കിട്ടത്തില്ല. എനിക്കറിയാം, എൻ്റെ ക്ലാസ്സിലുള്ളവരെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തേ. അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ പഠിക്കുന്നതിനെ കാട്ടി നിങ്ങൾ ടെക്സ്റ്റ് എന്ന് വായിച്ചാൽ, എൻ്റെ ഫ്രണ്ട്സൊന്നും ടെക്സ്റ്റ് ഒന്നും വായിക്കത്തില്ല, അത് ഭയങ്കര ലെങ്തി ആണല്ലോ, അപ്പോൾ അത് വായിക്കുന്ന മണ്ടത്തരം എന്നാണ് പറയുന്നത്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ മണ്ടത്തരം അല്ല. ടെക്സ്റ്റ് വായിച്ചാൽ എത്രയും കൂടുതൽ വായിക്കും അത്രയും കൂടുതൽ നോളജ് കിട്ടുകയാണ്. ആൻഡ് അത്രയും കൂടുതൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും അബൌട്ട് ദി കോൺസെപ്റ്റ്. ആൻഡ് അത്രയും പോയിന്റ്സ്, എഴുതാനുള്ള പോയിന്റ്സ്, അതിൽ ഒരു 10 സെൻറ്റൻസ് അതിനകത്തുണ്ടെങ്കിൽ അതിൽ 2 സെൻറ്റൻസെങ്കിലും നമ്മുടെ തലയിൽ കയറും. അപ്പോൾ നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. അതാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ ടെക്സ്റ്റ് വീണ്ടും എത്ര തവണ വായിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആ ടെക്സ്റ്റിന് ഒരു 20 തവണ വായിച്ചാൽ മതി എക്സാമിന് മുന്നേ, ആൻഡ് നമുക്ക് ഫുൾ മാർക്സ് കിട്ടും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ആൻഡ് ബിസിനസ്സിന് നമ്മൾ ആ പോയിന്റ് ഇല്ലേ, മെയിനായിട്ടുള്ള ഹെഡിങ്, ആ ഹെഡിങ് നല്ലപോലെ പഠിച്ചിട്ട് നമ്മളുടെ ഓൺ വേർഡ്സിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. ഹെഡിങ്ങിലാണ് കാര്യം. അതിൽ ആ ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ തന്നെ പകുതി മാർക്ക് കിട്ടും. അങ്ങനെയാണ്. സോ ആ ഹെഡിങ് നല്ലപോലെ ഞാൻ പഠിച്ചു വെച്ചിട്ട് അത് ഓർത്ത് വയ്ക്കാൻ ശ്രമിച്ചു. ആൻഡ് ഈ തിയറി ആ ഒരു എഴുതാനുള്ളത് ഐ ജസ്റ്റ് അത് എൻ്റെ ഓൺ വേർഡ്സിൽ ഞാൻ എഴുതി. ബട്ട് കുറേ തവണ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ തലയിലോട്ട് അതെല്ലാം സ്റ്റോർ ആവുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ഓൾസോ ക്രിയേറ്റഡ് ചെറിയ ഇങ്ങനെ കോഡ് വേർഡ്സ് ടു റിമെമ്പർ ദീസ് പോയിന്റ്സ്. സോ ബിസിനസ്സിനെ കുറിച്ചും ഞാൻ ഒരു കംപ്ലീറ്റ് വീഡിയോ ഉണ്ടാക്കാം, സോ ദാറ്റ് ഐ കെൻ ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. ആൻഡ് കൂടുതൽ ടിപ്സ് തരാനായിട്ട് ഐ വിൽ മേക്ക് എ വീഡിയോ അബൌട്ട് ദാറ്റ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു എക്കണോമിക്സ്, അതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്ട്സ്. എനിക്ക് ഏറ്റവും ടഫായിട്ട് 12th തോന്നിയത് വാസ് എക്കണോമിക്സ്. 11th എക്കണോമിക്സ് ഇസ് ഈസിയർ. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സും ഇന്ത്യൻ എക്കണോമിക്സും മാത്രമല്ലേ, ആൻഡ് ദാറ്റ്സ് ലൈക്ക് വെരി ഈസി. 11th ഓൾസോ ഞങ്ങൾക്ക് കുറേ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ടായതുകൊണ്ട് അധികം ഒന്നും പഠിക്കാനായിരുന്നു. ഈ മീൻ മീഡിയൻ മോഡ് അതാണെങ്കിൽ ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഉറക്കത്തുനിന്ന് എണീറ്റാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ അത്രയ്ക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അതിന് 8 മാർക്സ് ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചതാണ്. സോ ഈ ഒരു 11th ആ മീൻ മീഡിയൻ മോഡ് എന്തായാലും 8 മാർക്സിന് വരുമെന്നറിയാമല്ലോ. സോ ആ ക്വസ്റ്റ്യൻ അങ്ങനെ അതെല്ലാം നല്ലപോലെ പഠിക്കണം. ആൻഡ് ഇന്ത്യൻ എക്കണോമിക്സ് ഇസ് ജസ്റ്റ് തിയറി. അത് ബിസിനസ് എങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ. ആൻഡ് മനസ്സിലാക്കി പഠിച്ചാലില്ലേ അത് ആക്ച്വലി നല്ല ഈസിയാണ്. ആൻഡ് 12th എക്കണോമിക്സ്, അതിൽ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, അതിൽ മൈക്രോ ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. ബട്ട് അതിൻ്റെ ടോപ്പിക്സ് നല്ലപോലെ ക്ലിയർ ആണെങ്കിൽ മാക്രോ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് മാക്രോ എക്കണോമിക്സ് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. ബട്ട് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഈ ഒരു നാഷണൽ ഇൻകം അല്ല, ലൈക്ക് ഒരേപോലെ തോന്നുമെങ്കിലും ചിലപ്പോൾ ലൈക്ക് ദി ക്വസ്റ്റ്യനിൽ ലൈക്ക് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. ലൈക്ക് നമുക്ക് കാണുമ്പം ഇത് ആക്ച്വലി പഠിക്കാൻ നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ മെയിൻലി ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ആ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ എഴുതി വെച്ച്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എഴുതിയിട്ട് അതിൻ്റെ പ്രോപ്പർ ആൻസർ എങ്ങനെയാണ് എക്സാമിൽ പ്രസൻറ്റ് ചെയ്യുക അതേപോലെ ഞാൻ എഴുതി വെച്ചു. അപ്പം എനിക്ക് അതൊന്ന് റിഫർ ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇവിടെ കിടക്കും, നമുക്കറിയില്ല കറക്റ്റ് എന്തൊക്കെ എഴുതണം. ബിക്കോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ നാഷണൽ ഇൻകം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഫുൾ ചാപ്റ്റർ എഴുതേണ്ടി വരും ആ 8 മാർക്കിന് ചോദിച്ചാൽ. അപ്പം അങ്ങനെ ഒരു വരാണ്ടിരിക്കാൻ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ 8 മാർക്സിന് എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ലൈക്ക് നമ്മളാണെങ്കിൽ ആക്ച്വലി HSS ലൈവ് പോയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതിൻ്റെ ആൻസർ കീ കൂടി ഉണ്ട്. ആൻസർ കീയിൽ ചിലതെന്ന് പറഞ്ഞാൽ ഓരോ ടീച്ചേഴ്സ് എഴുതി വെച്ചു, അപ്പോൾ അവർ ഫുൾ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്.
അങ്ങനത്തെ നോക്കിയാൽ നമുക്ക് അറിയാം ആ ക്വസ്റ്റ്യന് എങ്ങനെ എഴുതേണ്ടത്, എത്ര എഴുതണം അങ്ങനെ. സോ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ഫുൾ എഴുതി വെച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് എക്കണോമിക്സിൽ ഫുള്ള് വാങ്ങാൻ പറ്റി 12th. അല്ലെങ്കിൽ ഐ വാസ് സ്ട്രഗ്ലിങ് വിത്ത് മാക്രോ എക്കണോമിക്സ്. അത് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ആക്ച്വലി ടഫാണ്. ബട്ട് ആ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കണം, ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെയും. പിന്നെ ഓരോ ഡയഗ്രാംസ് നമ്മൾ നല്ലപോലെ പഠിക്കണം, അത് വരച്ച് തന്നെ പഠിക്കണം, നോക്കി വെച്ചാൽ പോരാ, വരച്ച് പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ്സ് പോസിബിൾ ഞാൻ എക്കണോമിക്സിനെ കുറിച്ച് ഒരു പ്രോപ്പർ ഗൈഡ് പോലെ ഐ വിൽ ക്രിയേറ്റ് എ വീഡിയോ. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് എടുത്തതെങ്കിൽ അത് പഠിക്കാൻ, അത് ആക്ച്വലി കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് തോന്നും. ഓക്കെ, ദി കോഡിങ് പാർട്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ലൈക്ക് ഞാൻ കോഡിങ് എനിക്ക് ആദ്യം തൊട്ടേ കോൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നു. സോ ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. ആൻഡ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ, കുറച്ചൊന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ, ആ ലോജിക്കെല്ലാം ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ കോഡിങ് ഈസ് പ്രിറ്റി ഈസി ആക്ച്വലി. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് കോഡിങ് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബിക്കോസ് മോസ്റ്റ്ലി നമ്മൾ ബോർഡ് എക്സാമിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ കൂടുതലും തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. ആൻഡ് 11th CA ഈസ് വെരി ഈസി ടു ബി ഓണസ്റ്റ്. ലൈക്ക് ഫുള്ള് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് CAക്ക് all I did was like ഈ ബോർഡ് എക്സാമിന് മുന്നേയുള്ള എക്സാമിനെല്ലാം മടിയായിട്ട് ഐ ജസ്റ്റ് ലേൺഡ്. ഇങ്ങനെ നമുക്ക് HSS ലൈവിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും, ഓൾ ദി ക്വസ്റ്റ്യൻസ് കമ്പൈൽഡ്. അത് കണ്ടാൽ അത് ഫുള്ള് പഠിച്ചാൽ, അതിൻ്റെ അകത്തൊരു 200 ക്വസ്റ്റ്യൻസെങ്കിലും കാണും. ബട്ട് അത് ഫുള്ള് പഠിച്ചാൽ, അത് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ അത് പഠിക്കാൻ ഈസിയാണ്. അത് മാത്രം പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. എല്ലാ വർഷവും സെയിം ക്വസ്റ്റ്യൻസ് ആൻഡ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് CAനെ കുറിച്ച് ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. CAയിൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി ടു സ്കോർ മാർക്സ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദി ബെസ്റ്റ് യൂട്യൂബ് ചാനൽസ്, 11th ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽസ് ഒന്നും അങ്ങനെ റിഫർ ചെയ്തിട്ടില്ല. മെയിൻലി ബിക്കോസ് ആ ടൈമിലൊന്നും ഇല്ലായിരുന്നു. Xylem Commerce ഞാൻ 11th ടൈമിൽ ഇല്ലായിരുന്നു. ആൻഡ് എജുപോർട്ട് കൊമേഴ്സ് ഉണ്ട്, ബട്ട് അത് എക്സാം ടൈമൊക്കെ ആയപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത്ര അധികമായിട്ടില്ലായിരുന്നു. സോ 11th അങ്ങനെ നോക്കിയിട്ടില്ല. ബട്ട് എക്സാം ടൈമിൽ എജുപോർട്ടിൻ്റെ ലൈവ് എല്ലാം കാണുമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചാനൽസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് Xylem ഇസ് വെരി നൈസ്. എസ്പെഷ്യലി എക്കണോമിക്സ് ഒക്കെ Xylem ക്ലാസ്സസ് റിയലി നൈസ്. ബട്ട് ഞാൻ കണ്ടിട്ടില്ല, സോ ഐ കാൻ റിയലി സേ. ബട്ട് ടോക്കിംഗ് അബൌട്ട് 12th ഞാൻ ഫുള്ള് യൂട്യൂബ് ക്ലാസ് ഡിപ്പെൻഡഡ് ആയിരുന്നു. എസ്പെഷ്യലി Xylemൻ്റെ എക്കണോമിക്സ്, ഇറ്റ് ജസ്റ്റ് സേവ്ഡ് മൈ ലൈഫ്. എനിക്ക് എക്കണോമിക്സ് ഒരു ഐഡിയ ഇല്ലായിരുന്നു, എന്താ പഠിക്കേണ്ടത്, എന്ത് ചെയ്യുക, എന്താ സബ്ജക്ട്സ്, എന്താ ടോപ്പിക്സ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആൻഡ് Xylemത്തിൻ്റെ മൈക്രോ എക്കണോമിക്സ് എസ്പെഷ്യലി ഇറ്റ്സ് സോ ഗുഡ്. നല്ലപോലെ പഠിപ്പിക്കുമായിരുന്നു. സോ അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ. ആൻഡ് അതിൻ്റെ നോട്ട്സ് എല്ലാം ഞാൻ എഴുതിയെടുത്തിരുന്നു. അതിൻ്റെ ആ ക്ലാസ്സസ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയത്. സോ മൈക്രോ എക്കണോമിക്സ്, മാക്രോ ഓൾസോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് Xylemത്തിൻ്റെ ഇസ് ഗുഡ്, ബട്ട് നോട്ട് അത്ര നല്ലത്. അവരധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൈൻ, ഞാൻ മാനേജ് ചെയ്തു. എന്തായാലും എക്കണോമിക്സിന് Xylemത്തിന് തന്നെയാണ് ബെറ്റർ. ഐ ഫെൽറ്റ് ലൈക്ക് എജുപോർട്ടിൻ്റെ ക്ലാസ്സസ് അത്ര നല്ലതല്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നോക്കുന്നത് പിന്നെ ഓക്കെ, ബട്ട് ക്ലാസ്സസ് ആയിട്ട് അവരുടെ ലൈക്ക് ഫുള്ള് ഡൈവേർട്ടായി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പിക്കിൽ നിൽക്കുന്നില്ല. ആൻഡ് ഓൾസോ അത് മലയാളത്തിലാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. എനിക്ക് Xylemത്തിൻ്റെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ സബ്ജക്ട്സിൻ്റെ കാര്യമാണെങ്കിൽ CA ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞാൻ അങ്ങനെ യൂട്യൂബൊന്നും കണ്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് അത് ആക്ച്വലി എജുപോർട്ട് ഈസ് ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ അക്കൗണ്ടൻസി 2 ചാനൽസിന് നല്ലതാണ്. ബട്ട് Xylemത്തിൻ്റെ ചില വീഡിയോസ് അതെ വിച്ച് വെർ റിയലി ഗുഡ്. എസ്പെഷ്യലി ഗുഡ്വില്ലിൻ്റെയും പിന്നെ ഈ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, അങ്ങനെ 12th കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. അത് അങ്ങനത്തെ ചില വീഡിയോസ് അവർ ഇപ്പോൾ ഗുഡ്വിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. പല സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് അറിയില്ല. ഇവരാണെങ്കിൽ ലൈക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഈ 5 സിറ്റുവേഷൻ തന്നാൽ ഓരോ സിറ്റുവേഷനും ഇങ്ങനെ ആൻസർ ചെയ്താൽ മതി എന്ന് വെരി സിംപ്ലിഫൈഡ് രീതിയിൽ അവർ പറഞ്ഞു തന്നു. ആൻഡ്
അത് ആക്ച്വലി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അത് അതേപോലെ തന്നെ എഴുതിയെടുത്തിട്ട് അത് എങ്ങനെയാണ് പഠിച്ചത്. സോ അക്കൗണ്ടൻസി സൈലത്തിൻ്റെ ചില വീഡിയോസ് ആർ സോ ഗുഡ്, സോ ഹെൽപ്ഫുൾ. എസ്പെഷ്യലി ഗുഡ് വില്ലിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നല്ലതായിരുന്നു. ആൻഡ് പ്രാക്ടീസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആക്ച്വലി 2 ചാനൽസും നല്ലതായിരുന്നു. ഞാൻ രണ്ടും നല്ലപോലെ കണ്ട ചാനൽസാണ്. പിന്നെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. ഹിന്ദി ഒട്ടും കണ്ടിട്ടില്ല. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ ഹിന്ദി കണ്ടിട്ടില്ല, and അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. പിന്നെ ഇംഗ്ലീഷിനതും അതവർ മലയാളത്തിലല്ലേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇംഗ്ലീഷിൻ്റെ നമ്മൾ മലയാളത്തിൽ നമുക്കിപ്പോൾ കഥ അറിയില്ല എന്ന് മലയാളത്തിൽ സമ്മറി വേണമെങ്കിൽ ഓക്കെ കണ്ടോ. ബട്ട് അല്ലാണ്ട് എനിക്ക് ഇംഗ്ലീഷിന് കാണേണ്ട എനിക്ക് എന്തോ ഗ്രാമർ ഓക്കെ കാണാം, നല്ലതാണ്. അത് എക്സാം ടൈമിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടില്ല. എക്സാം ടൈമിലുള്ള റിവിഷൻ ക്ലാസ്സസ് ആണ് കണ്ടത്. അതിൽ ഗ്രാമർ ഓക്കെ നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബട്ട് ഞാൻ 2 കാണുമായിരുന്നു. സൈലും കാണുമായിരുന്നു, എജുപോർട്ടും കാണുമായിരുന്നു. ബട്ട് ഞാൻ മെയിനായിട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷിന് അവർ ഈ ലൈവ് കഴിഞ്ഞിട്ട് അവരുടെ PDF ഗ്രൂപ്പിലിടും, അവരുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ആൻഡ് ഐ യൂസ് ടു ഗോ ത്രൂ ദി PDFs. അതിലാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും കുറേ ക്വസ്റ്റ്യൻസ്. ആൻഡ് ആസ് ഐ സെഡ്, ഈ ഇംഗ്ലീഷിൽ നമുക്ക് മാക്സിമം ഇംഗ്ലീഷും ഹിന്ദിയും എത്ര വായിക്കാൻ പറ്റും അത്രയും വായിക്കുന്നതെന്നല്ലേ. സോ ആ 2നും PDFs ഞാൻ നോക്കുമായിരുന്നു, അവരുടെ തന്നെ PDFs. അപ്പോൾ നമ്മൾ ഈ ലൈവ് കാണുമ്പോൾ നമ്മളുടെ 4-5 മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്നതിനെ കാട്ടി ഇതിങ്ങനെ വായിച്ച് പഠിച്ചാൽ നല്ലതായിരിക്കും. സോ ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഞാൻ 2നെ നോക്കുമായിരുന്നു, 2ഉം നല്ലതായിരുന്നു. ബിസിനസ് സ്റ്റഡീസും ഞാൻ ക്ലാസ് കണ്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് എനിക്ക് നല്ലപോലെ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയിരുന്നു. സോ ഞാൻ എക്സാം ടൈമിലുള്ള റിവിഷൻ മാത്രമാണ് നോക്കിയത്. ആൻഡ് അതും ഞാൻ മെയിനായിട്ട് സൈലമാണ് നോക്കിയത്. അതിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കി, പിന്നെ അവർ ചില കോഡൊക്കെ പറഞ്ഞു തന്നെ അതൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. എസ്പെഷ്യലി ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതും ഞാൻ അധികം യൂട്യൂബ് ചാനൽ റെഫർ ചെയ്തിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് തിങ് നമ്മുടെ കഥ ഒരു പോയമോ വോട്ടെവർ ഇറ്റ് ഈസ് അത് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കണ്ടൻറ്റ് എന്താ, ഇഫ് ഇറ്റ്സ് എ പോയം അതിൻ്റെ അപ്രീസിയേഷൻ, അതിൻ്റെ സമ്മറി ഇല്ലേ, അത് എന്തായാലും പഠിച്ചു വയ്ക്കണം. അത് ഏത് പോയമാണെങ്കിലും ഞാൻ മെയിനായിട്ട് അതിൻ്റെ അപ്രീസിയേഷനാണ് പഠിച്ചു വെച്ചിരുന്നത്. എല്ലാത്തിൻ്റെയും എഴുതി വെച്ചിട്ട് അത് പഠിച്ചു. ബിക്കോസ് നമുക്ക് പിന്നെ പോയമിൻ്റെ എന്ത് ചോദിച്ചാലും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയാലും അതിനെക്കുറിച്ച് എന്താണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും. സോ ഇംഗ്ലീഷ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ് ഓൺ യുവർ ഓൺ. അതിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ടോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. സോ ഫോമാറ്റ്സ് അറിഞ്ഞിരിക്കണം, എല്ലാത്തിൻ്റെയും ഫോമാറ്റ്സ്, ഓരോ റൈറ്റിംഗ് എല്ലാത്തിൻ്റെയും ഫോമാറ്റ് അറിയണം. ആൻഡ് കഥ നല്ലപോലെ അറിയണം. ആൻഡ് ആസ് മച്ച് ആസ് യു ക്യാൻ അത്രയും വായിക്കണം. ഞാനാണെങ്കിൽ റിഫർ ചെയ്യാത്ത ഗൈഡും മെറ്റീരിയൽസും ഒന്നുമില്ല, എല്ലാ PDFs കിട്ടുന്നതെല്ലാം വായിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ എത്ര വായിക്കാൻ പറ്റും അത്രയും കൂടുതൽ വായിക്കുക. ആൻഡ് ഓവറായിട്ട് എഴുതണ്ട, എന്നാൽ കുറച്ച് എഴുതാനും പാടില്ല. എത്രയാണ് എഴുതേണ്ടത് അത്രയും എഴുതുക. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഗൈഡ്സ് ടു റിഫർ, ഞാനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ വുഡ് ബി ലേബർ ഇന്ത്യ. അതിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡുള്ള കുറച്ച് ലോജിക്കുള്ള ആൻസേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഓൾസോ അവരുടെ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാം ടൈമിലുള്ള റിവിഷൻ കിറ്റ് അതിലുള്ള ക്വസ്റ്റ്യൻസ് അവരെല്ലാം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത ലേബറിങ് ചെയ്യണം. നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവുന്നതും ഒരു കാണുമ്പോൾ തന്നെ ഒരു പ്ലീസിങ് ലുക്കുള്ളൊരു ഗൈഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറെ ഒരെണ്ണം എക്സാം പോയിന്റ്. ഞാൻ ഈ ബിസിനസ് സ്റ്റഡീസൊക്കെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഗൈഡ് റിഫർ ചെയ്യുകയാണെങ്കിൽ എക്സാം പോയിന്റ് വുഡ് ബി ബെറ്റർ. എക്സാം പോയിന്റും ഇസ് ദി സെക്കൻഡ് ബെസ്റ്റ് ഗൈഡ് ഇൻ മൈ ഒപ്പീനിയൻ. ബട്ട് ഫസ്റ്റ് വുഡ് ബി ലേബർ ഇന്ത്യ. എന്തോ എനിക്ക് അതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത്. ആൻഡ് എന്നെ ഈ 99% കിട്ടാൻ സഹായിച്ച ഏറ്റവും വലിയ കാര്യം ഇസ് ദിസ് HSS ലൈവ്. അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല. അതിലുള്ള മെറ്റീരിയൽസ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇറ്റ്സ് അമേസിങ്. സോ ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു യൂസ് ഇറ്റ് എവറിത്തിങ്. അതൊരു ഫുൾ വീഡിയോ ഉണ്ട്, യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഞാനതൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കാം. A+ അച്ചീവ് ചെയ്യാനുള്ള സ്റ്റഡി ടിപ്സ് ജനറൽ ആയിട്ടുള്ള. ഇതിപ്പോൾ എല്ലാം ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ദി സബ്ജക്ട്സ് ആൻഡ് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ളതല്ലേ. അതല്ലാണ്ട് സ്റ്റഡി ടിപ്സ് ആയിട്ട് ഐ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ വീഡിയോ. സോ മേക്ക് ഷുവർ യു ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് ഓൾസോ ഈ HSS ലൈവിൻ്റെ വീഡിയോ. ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് മോർ വീഡിയോസ് in the future. So
if you don't want to miss those videos, make sure you subscribe. And ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. സോ എനിക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ. താങ്ക് യു.